അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു വാർത്ത മാധ്യമങ്ങൾ കണ്ടപ്പോൾ അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ റമദാനിൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി കോടികൾ വേണം, 44 കോടി വേണം. അത് നൽകിയാൽ അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തും, ഉമ്മയെ കൂടെ സന്തോഷത്തിൽ ഈ വർഷത്തെ റമദാനും പെരുന്നാളും ഒക്കെ ഉമ്മയുടെ കൂടെ റാഹത്തിൽ കഴിയുമെന്നുള്ള ഒരു വാർത്ത. അതിനു വേണ്ടിയുള്ള ആ പണം, ആ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി വലിയ സന്തോഷം എന്ന് പറയട്ടെ, അത് ഏറ്റെടുത്തു ഇവിടുത്തെ നല്ല മനസ്സിന്റെ ഉടമകളായ നല്ല ആളുകൾ. മാഷാ അല്ലാഹ്, അത് ഏറ്റെടുക്കുകയും ആ വലിയ ഒരു ഫണ്ട് അൽഹംദുലില്ലാഹ് 44 കോടി സ്വരൂപിച്ച് ആ കുടുംബത്തിന് അബ്ദുൾ റഹീമിനെ ബന്ധിപ്പിക്കാനുള്ള കാരണമൊക്കെ നമുക്കറിയാം. സൗദിയിൽ 20 വർഷങ്ങളായി. കഴിഞ്ഞ റമദാൻ ഏറ്റവും ചൂട് പിടിപ്പിക്കുന്ന പലരുടെ മുഖം ഇന്ന് ഓർമ്മയിൽ വരുന്നു. ബോച്ചയെ പോലത്തെ പലരും രംഗത്തിറങ്ങി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പലവിധ ശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തി. ആ ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആ ഉമ്മ ആ മകനൊന്നും മനസ്സ് നിറയെ ഒന്ന് കണ്ട് ഒന്ന് പുഞ്ചിരിച്ച് ആ സന്തോഷം, ആ പ്രകടനം കാണാൻ വേണ്ടി നാം ദിവസങ്ങൾ കാത്തുനിന്നു. പിന്നെ മാസങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ പിന്നെ ആ വാർത്തകൾ തന്നെയില്ല. ഇന്ന് അബ്ദുൾ റഹീമിന്റെ ഒരു വാർത്ത വന്നത് ഒരു ചെറിയ കോലത്തിലാണ്, ചെറിയ ഒരു രീതിയിലാണ് വാർത്ത കണ്ടത്. സങ്കടം തോന്നിയത് ആ വാർത്ത വായിച്ചപ്പോഴാണ്. കാരണം പലരും സഹായിക്കുമ്പോൾ കരുതിയത് എന്തറിയോ, ഈ വർഷത്തെ റമദാൻ ഉമ്മയെ കൂടെ അബ്ദുൾ റഹീം ഇനി പണം അങ്ങോട്ട് എത്തിച്ചാൽ അബ്ദുൾ റഹീം വീട്ടിലേക്ക് വരുമെന്നാണ് ആ കഴിഞ്ഞ റമദാനിലൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ പല നിലയ്ക്കും ആ ഫണ്ട് സ്വരൂപിക്കുമ്പോഴൊക്കെ നാമൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇന്നേവരേക്കും അബ്ദുൾ റഹീം വർഷം പൂർത്തിയാവാൻ പോവുകയാണ്, ഫണ്ട് പിരിച്ചിട്ട് 1 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. എന്നിട്ടും അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇന്ന് കണ്ട വാർത്ത വളരെ സങ്കടമായിരുന്നു. യാ അല്ലാഹ്, കാരണം പെട്ടെന്ന് ആ ഉമ്മയുടെ മുഖമാണ് ഓർമ്മ വന്നത്. കാരണം ഈ അബ്ദുൾ റഹീമിന്റെ ഈ മോചന നടപടിക്രമം വീണ്ടും മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ്. ഇത് 8ാം തവണമാണ് ഇങ്ങനെ മാറ്റിവെക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പണമൊക്കെ പിരിക്കുമ്പോൾ നാമൊക്കെ വിചാരിച്ചത് എന്താ, ഇന്ന് അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തും, ഈ വർഷത്തെ റമദാൻ ഉമ്മയെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതൊക്കെ നാം കണ്ടതും പ്രതീക്ഷിച്ചത്. ഇതുവരെ എത്തിയില്ല എന്നുള്ളതാണ്. സൗദിയിലൊക്കെ ഈ നടപടിക്രമങ്ങൾ അത്ര പെട്ടെന്ന് നാം വിചാരിച്ചതുപോലെയല്ല ഈ ഒരു വീഡിയോയിൽ വരുന്നത്. കാരണം ഇന്ന് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ബറാത്തിന്റെ രാത്രിയാണ്. ബറാത്തിന്റെ പവിത്രതയെക്കുറിച്ച് ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രബന്ധമായി കാണേണ്ട വീഡിയോ ആണ്. കാരണം അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ ലാഭമാണ് ഇന്ന് നഷ്ടപ്പെടാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ ബറാത്ത് രാത്രി നമുക്ക് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഇങ്ങനെ നിരപരാധികളായ ഒരുപാട് ആളുകൾ ജയിലറയിൽ കഴിയുന്നുണ്ട്. കാരണം അവരുടെ കുടുംബങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഉപ്പക്ക്, തൻ്റെ ഉപ്പയെ പിഞ്ചു മക്കൾ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അബ്ദുൾ റഹീമിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഇന്നുണ്ടായിരിക്കണം. അങ്ങനെ പലവിധ ആളുകൾ രോഗത്തിന്റെ അടിമകളായിരിക്കുകയാണ്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഉമ്മ ഇന്നും കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മകനൊന്ന് കാണാൻ 20 വർഷമായി ജയിലറയിൽ കഴിയുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അബ്ദുൾ റഹീം പോയത്. ഇതുവരേക്ക് തിരിച്ചില്ല, ഉമ്മാക്കൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ സങ്കടമുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല മനസ്സിന്റെ ആളുകൾ നല്ല നിലയ്ക്ക് ഫണ്ടൊക്കെ സ്വരൂപിച്ച് അൽഹംദുലില്ലാഹ് ആ ഒരു കോടി പൂർത്തീകരിച്ചു ഏൽപ്പിച്ചെങ്കിൽ അവിടുത്തെ ചില നടപടിക്രമങ്ങൾ വീണ്ടും മാറ്റിവെച്ചു, മോചന നടപടിക്രമം മാറ്റിവെച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ആ ഉമ്മയുടെ ആ നിഷ്കളങ്കമായ മുഖം മനസ്സിലിങ്ങനെ ഓടി വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അള്ളാഹ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ഒരു ബറാത്ത് നൽകട്ടെ, ഒരു സലാമത്ത് അള്ളാഹു നൽകാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.